ഇതിൻ്റെ അപ്പുറത്ത് ഒരു ബീച്ചുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല, കാര്യം നമ്മൾ ഇന്നലെ ട്രക്കിംഗ് ഒക്കെ ചെയ്തു. ട്രക്കിംഗ് ചെയ്ത് വന്ന ഒരു ബീച്ചാണ്, അത് നമ്മൾ കവർ ചെയ്തതാണ്, അതുകൊണ്ടാണ് അവിടെ പോവാത്തത്. നമ്മൾ ഇപ്പം നിൽക്കുന്ന ബീച്ചിൽ നിന്നും ഈ ഒരു മല കാണുന്നില്ല, ഈ മലയ്ക്ക് അപ്പുറത്താണ് ആ ബീച്ച് വരുന്നത്. ആ ബീച്ചിൽ എന്തായാലും ഞങ്ങൾ പോകുന്നില്ല ഇന്ന്. ഈ ബീച്ച് ഇപ്പം ഈ ബീച്ച് കവർ ചെയ്യുകയാണ് മാക്സിമം. ഉണ്ടോ വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ലേ, നല്ല എന്തായാലും കുളിക്കാൻ പോവാം ഞാൻ. ആ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നത്. അതിൽ അടിപൊളിയാണ്, വേറെ ഒന്നുമല്ല. കാര്യം നമുക്കിതൊരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ആരുമില്ല, സത്യം പറഞ്ഞാൽ നോക്ക് കണ്ടില്ലേ, ആരുമില്ല. നമ്മളൊരു ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വന്ന 6 പേരും, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒരു ബീച്ചിന് 2 പേരെ പിക്ക് ചെയ്തായിരുന്നു. അവരെ നമ്മളവിടെ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞ് പിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബോട്ടാണ്, ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ വെർത്താണ് നമുക്ക് എമൗണ്ടിന്. അപ്പോൾ കണ്ടില്ലേ, അത് അടിപൊളിയാണ് സ്ഥലം. ഉറപ്പായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ്. നമുക്ക് ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ പറയണമെന്നല്ല, ഒരു വാക്കുപോലും കിട്ടുന്നില്ല. അമ്മാതിരി ഒരു പ്ലേസാണ്. എന്തായാലും ഞാനൊന്ന് കുളിച്ചൊന്ന് കയറിയായിരുന്നു. എന്താ പറയുക, വെള്ളത്തിന് കാലാവസ്ഥ, അതായത് സെൽഷ്യസ് ഡിഗ്രി കുറവാണെങ്കിൽ തന്നെയും വെള്ളത്തിന് അത്ര തണുപ്പില്ല. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പം തണുപ്പ് തോന്നത്തില്ല, തിരിച്ച് കയറുമ്പോഴാണ് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. നമുക്ക് സെപ്പറേറ്റ് ഈ ബോട്ട് എടുത്ത് വരാം, പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നിന്നില്ല. കടലിൽ നിങ്ങൾ കണ്ടല്ലോ വീഡിയോസിൽ, അത്രയ്ക്കും തിര കൂടിയതായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വരാൻ നിന്നില്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ, ക്രിസ്ത്യ. സോ പുള്ളിക്കാരൻ്റെ നെയിം ക്രിസ്ത്യ എന്നാണ്. സോ ഈ പുള്ളി നല്ലതായി ഡ്രൈവ് ചെയ്തു. എന്താ പറയുക, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാത്ത രീതിയിൽ പുള്ളി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പം രക്ഷയില്ല, ഇനിയിപ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണ്. ഞാൻ ഇനി ഒന്നുകൂടി ഒന്ന് കുളിക്കട്ടെ.
പോവുകയാണ്. ഇനി അടുത്ത പ്ലേസിലേക്ക് പോകണം. ഇപ്പോൾ എല്ലാവരും കയറി